2024 ജനുവരി മുതൽ, അതായത് 2023 ഡിസംബർ മാസത്തിലെ റിസ്ക് ഫണ്ട് ഫോമേ സ്റ്റേറ്റ്മെന്റ് മുതൽ നമ്മൾ ഓൺലൈനായിട്ടാണ് ഫയൽ ചെയ്യുന്നത്. അതിനായിട്ട് പ്രസ്തുത വെബ്സൈറ്റിൽ നമുക്ക് കയറാം. ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ മുതൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ റിസ്ക് ഫണ്ടിൻ്റെ മെമ്പർഷിപ്പ് നമ്പർ കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തി അത് സെലക്ട് ചെയ്യുക. പിന്നെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു 8 അക്ക ഡിജിറ്റുള്ള ആൽഫ ന്യൂമറിക്കുള്ള പാസ്വേഡുകൾ സെറ്റ് ചെയ്യുക. പിന്നെ ഫോമ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 തരത്തിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. മാനുവലായിട്ട് നമുക്കിവിടെ എൻ്റർ ചെയ്തുകൊണ്ട് ഓരോ വ്യക്തിയുടെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ട്, അതുമല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു എക്സൽ ടെംപ്ലേറ്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ എക്സൽ ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. എക്സൽ ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം. ആ എക്സൽ ടെംപ്ലേറ്റ് നമുക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനകത്ത് ഒരു ഹെഡിങ് ഉണ്ട്, അതിന് താഴെ കുറച്ച് ഡേറ്റയും നൽകിയിട്ടുണ്ട്. ആ ഡേറ്റ നമുക്ക് കളയാം. ആ ഹെഡിങ് അതേപടി നിലനിർത്തുക. ആ ഹെഡിങ്ങിന് മുകളിലായിട്ട് നമ്മൾ നമ്മുടെ ബാങ്കിൻ്റെ പേരോ സൊസൈറ്റിയുടെ പേരോ മറ്റോ ഒന്നും നമ്മൾ എഴുതാൻ പാടില്ല. എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇൻവാലിഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അത് എററാവും. സോ ആ ഒരു ഹെഡിങ് നിലനിർത്തി ബാക്കി ഡേറ്റകൾ നമുക്കവിടെ ഫില്ല് ചെയ്യാം. ആ ഒരു ഡേറ്റ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ മാനുവലായിട്ട് ഡേറ്റ എൻ്റർ ചെയ്ത് കയറ്റുകയോ ചെയ്യുക. ഇനി അതെല്ലാം നമ്മളൊന്ന് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്കത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഡേറ്റ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ 2 കോ ആപ്ലിക്കൻ്റ് ഉള്ള കേസിലാണെങ്കിൽ ആ ഓരോരുത്തരുടെയും പേര് താഴോട്ട് ഓരോ റോയിലും എഴുതാതെ ഓരോ കോമ ഇട്ട് ആദ്യത്തെ പേര് എഴുതി കഴിഞ്ഞിട്ട് കോമ ഇടുക, അടുത്ത ആളുടെ പേര് എഴുതുക. മെമ്പർഷിപ്പ് നമ്പർ എഴുതുമ്പോഴും അതേപോലെ തന്നെ ആദ്യത്തെ ആളുടെ മെമ്പർഷിപ്പ് നമ്പർ എഴുതുക, പിന്നെ കോമ ഇട്ട് അടുത്ത ആളുടെ മെമ്പർഷിപ്പ് നമ്പർ എഴുതുക. അങ്ങനെ ഫില്ല് ചെയ്യുക. സോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെൽഫെയർ ബോർഡിൻ്റെ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് സംശയങ്ങൾ നീക്കിയതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക. ഇനി നമ്മളിത് ഫോമേ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഡേറ്റ അവിടെ ഇമ്പോർട്ട് ആകും. ആ ഡേറ്റ നമ്മളൊന്ന് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഈ ഒരു സബ്മിഷൻ കഴിയുന്നതിന് ശേഷവും നമുക്ക് പ്രിന്റ് ഫോമേ ആൻഡ് ചെല്ലാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെല്ലുമ്പോഴും നമുക്ക് ഈ ഒരു ഫോമേ ഫൈനൽ സബ്മിഷൻ ചെയ്യണം. അത് ഫൈനൽ സബ്മിഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കവിടെ PDF ഫോർമാറ്റിൽ നമുക്കത് പ്രിന്റ് എടുക്കാനും സൂക്ഷിക്കാനുമുള്ള അവസരം കിട്ടുന്നതാണ്. അതും ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. എന്നിട്ട് മാത്രമേ ഫൈനൽ സബ്മിഷൻ കൊടുക്കാവുള്ളൂ. ആ ഫൈനൽ സബ്മിഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് ചെല്ലാൻ പ്രിന്റ് എടുക്കാവുന്നതാണ്. അതുവഴി നമുക്ക് ജില്ലാ ബാങ്കുകളിൽ നമുക്ക് നമ്മുടെ ചെല്ലാൻ അടയ്ക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ആ ചെല്ലാൻ്റെ ഡീറ്റെയിൽസും കൂടെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫൈനൽ സബ്മിഷൻ പൂർത്തിയാകത്തുള്ളൂ. സോ ഇതിലുള്ള ചെറിയ പ്രൊസീജിയർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇൻ കേസ് ഇനി ഡൗട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെൽഫെയർ ബോർഡിൽ വിളിച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക. 2024 ജനുവരി മുതൽ നമ്മുടെ റിസ്ക് ഫണ്ട് ഫോമേ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഓൺലൈനായിട്ട് വേണം സമർപ്പിക്കാൻ. അപ്പം അതെങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു സൈറ്റിലാണ് നമ്മൾ ചെല്ലേണ്ടത്. kcdwfb.com എന്നുള്ള ഈ ഒരു സൈറ്റ് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ക്രോമിലോ എവിടെയും നമ്മുടെ ബ്രൗസറിൽ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കേരള കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ബോർഡിൻ്റെ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ മെയിൻ ഹോം പേജ് ഇതിങ്ങനെയാണ്. അപ്പോൾ ഈ താഴെയായിട്ട് ഫോർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് എങ്ങനെയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആ യൂസർ മാനുവൽ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ആ യൂസർ മാനുവൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ആ ഒരു PDF ഫയൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ആ യൂസർ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ എല്ലാം ഓൺലൈനായിട്ട് സമർപ്പിക്കുക. അപ്പം ആ ഫോമേയും ചെല്ലാനൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എമൗണ്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ചെല്ലാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് ജില്ലാ ബാങ്ക് വഴി നമുക്ക് അടയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഈ രജിസ്ട്രേഷൻ ഫോം ഇട്ട് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ ചെല്ലുക. ആദ്യം online.kcwfb.com നമ്മൾ നേരത്തെ ആദ്യം ബ്രൗസ് ചെയ്ത ആ സൈറ്റ് തന്നെയാണ്. അതിൻ്റെ ഹോം പേജ് പൊക്കത്തിൽ കണ്ടോ ഓൺലൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്താലും മതി. നമ്മൾ ആ ന്യൂ രജിസ്ട്രേഷൻ വിൻഡോയിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ലോഗിൻ വിൻഡോയാണ്. ഇവിടെ താഴെ 3 കളറിൽ കാണാം. നമുക്ക് കറക്റ്റായിട്ട് വിസിബിൾ അല്ല. നമുക്ക് ആ ന്യൂ യൂസർ രജിസ്ട്രേഷൻ ഉണ്ട്. അതിന് വേണ്ടി ആദ്യത്തെ ഓപ്ഷൻ ന്യൂ യൂസർ രജിസ്റ്റർ ഹിയർ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു ഫോമുണ്ട്. ആ ഫോമിൽ നമുക്ക് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ മെമ്പറാണ്, അത് യെസ് തന്നെ കൊടുക്കുക. ഇനിയുള്ളത് നമ്മുടെ റിസ്ക് ഫണ്ട് മെമ്പർഷിപ്പ് നമ്പറാണ്. ഇത് നമുക്ക് താഴോട്ട് ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഓരോന്നും സെലക്ട് ചെയ്താൽ ഓരോ ബാങ്കുകളുടെ ലിസ്റ്റ് നമുക്കവിടെ കാണാം. ഇത് നമുക്കറിയണമെങ്കിൽ നമ്മുടെ റിസ്ക് ഫണ്ടിൻ്റെ നേരത്തെ ഫോമിൽ എവിടെയെങ്കിലും നോക്കിയാൽ മതി. ഈ റിസ്ക് ഫണ്ടിൻ്റെ മെമ്പർഷിപ്പ് നമ്പറൊക്കെ നമുക്കവിടെ കിട്ടും. അതൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സൊസൈറ്റി അതൊന്ന് ഫെച്ച് ചെയ്തോളും.
ഇനി ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുക. ടൈപ്പ് അത് കഴിഞ്ഞ് ലോക്കൽ ബോഡി കഴിഞ്ഞാൽ അസംബ്ലി, അത് കഴിഞ്ഞ് പിന്നെ താലൂക്കുണ്ട്. ഇവ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഇമെയിൽ ഐ ഡി ഉണ്ട്. ആ ഇമെയിൽ ഐ ഡി ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ബാങ്കിൻ്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ മൊബൈൽ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ പാസ്വേഡ് തന്നെ ഒന്നുകൂടെ കൺഫേം പാസ്വേഡ് എടുത്ത് ചെയ്യുക. പാസ്വേഡിൻ്റെ ലെന്ത് അത് പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ ക്യാരക്ടറുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 8 ക്യാരക്ടറെങ്കിലുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു 1 ടൈം പാസ്വേഡ് വന്നിട്ടുണ്ട് ആ മൊബൈൽ നമ്പറിലോട്ട്. ആ മൊബൈൽ നമ്പറിൽ വന്നേക്കുന്ന OTP നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്മുടെ പാൻ കാർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഫെച്ച് ആയിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോന്നൊന്ന് വെരിഫൈ ചെയ്യുക. വെൽഫെയർ സ്കീമിൻ്റെ മെമ്പർഷിപ്പ് നമ്പർ, പാൻ നമ്പർ, GST നമ്പർ അതൊക്കെ കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ ബാങ്കിൻ്റെ സൊസൈറ്റിയുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ക്രിയേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമുക്കത് ലോഗിൻ ചെയ്യാം. യൂസർ നെയിം നമ്മുടെ മെമ്പർഷിപ്പ് നമ്പർ ആയിരിക്കും, പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ നമ്പർ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലായിട്ടാണ് വരിക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ യൂസർ മാനുവൽ വീണ്ടും നമുക്ക് നോക്കാം. നമ്മുടെ സൊസൈറ്റിയുടെ ലോഗോയൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ലോഗോ നമുക്ക് റൈറ്റ് സൈഡിൽ ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോഗോയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി യൂസർ മാനുവൽ പ്രകാരം എന്താണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി നമ്മുടെ റിസ്ക് ഫണ്ട് സ്കീം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ റിസ്ക് ഫണ്ട് സ്കീം എന്ന് പറഞ്ഞ ഓപ്ഷൻ രണ്ടാമതായിട്ട് കിടപ്പുണ്ട്. അതിൻ്റെ താഴെയുള്ള ആദ്യത്തെ ബാങ്ക് കോൺഫിഗറേഷൻ ഉണ്ട്, താഴെ റിസ്ക് ഫണ്ട് സ്കീമുണ്ട്, വെൽഫെയർ സ്കീമുണ്ട്. അതിനകത്ത് റിസ്ക് ഫണ്ട് സ്കീമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ആ റിസ്ക് ഫണ്ട് സ്കീം ഒന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് പ്രിപ്പയർ ഫോം എ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പ്രിൻറ്റ് ഫോം എ ആൻഡ് ചെല്ലാനുണ്ട്, റീപ്രിൻറ്റ് ഫോം എ ഉണ്ട്, അപ്ഡേറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവയെല്ലാം നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. ഇതിനായിട്ട് നമുക്ക് ഇവിടെ ആദ്യം നമ്മളോട് ഈ യൂസർ മാനുവൽ പറയുന്നത് ഫോം എ പ്രിപ്പയർ ചെയ്യുകയാണ്. ആ ഒരു ഫോം എ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്കിവിടെ 2 തരത്തിൽ നമുക്ക് ഈ ഫോം എ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു ഡാഷ്ബോർഡ് ക്രമം അനുസരിച്ച് ഉണ്ട്. നമുക്ക് ആദ്യം ഫോം എ സ്റ്റേറ്റ്മെൻറ്റ് ആ ബ്രാഞ്ച് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഓരോ ബ്രാഞ്ച് വൈസ് അത് ചെയ്യുന്നെങ്കിൽ ബ്രാഞ്ച് വൈസിനെ ആഡ് ചെയ്യണം. ആദ്യമായിട്ട് ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ബ്രാഞ്ചിനെ നമുക്ക് ആഡ് ചെയ്യണം. ഹെഡ് ഓഫീസ്, ബ്രാഞ്ചുകൾ ഓരോന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ചിൻ്റെയും പേര് കൊടുത്ത് നമുക്കിവിടെ ആഡ് ചെയ്യണം. ഇനി നമ്മൾ നോർമലായിട്ട് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും HO ആയിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ആ കൺസോളിഡേറ്റഡ് HO ആൻഡ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അവിടെ വിളിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം. മന്ത് ആൻഡ് ഇയർ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. നമ്മൾ ജനുവരിയിൽ സബ്മിറ്റ് ചെയ്യുന്നത് പ്രീവിയസ് മന്തിലെയാണ്, അതായത് ഡിസംബർ 2023-ലെയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് മാനുവലായിട്ട് ഓരോ എൻട്രിയും നമുക്ക് ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരാം. ഇവിടെ ധാരാളം ഡീറ്റെയിൽസ് ഉള്ളപ്പോൾ ഓരോന്നും ഫില്ല് ചെയ്യണം. ഈ ഓരോ പ്ലസ് ഐക്കൺ കണ്ടോ, താഴത്തെ പ്ലസ് ഐക്കണെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോരുത്തരുടെയും സീരിയൽ നമ്പർ, മെമ്പർ നമ്പർ, നെയിം, ലോൺ നമ്പർ, ഡേറ്റ് ഓഫ് ലോണ് എല്ലാം നമ്മൾ ഓരോന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇതിന് പകരം നമുക്കിവിടെ ഒരു എക്സലിൻ്റെ ഒരു ഫയൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു ഡെമോ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് നൽകിയിട്ടുണ്ട്. ആ ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് ഇട്ടേക്കുന്ന ഡേറ്റ എന്തൊക്കെയാണോ ആ ഹെഡിങ് ഉള്ളത്, ആ ഒരു ഹെഡിങ് പോലെ തന്നെ നമുക്ക് ഡേറ്റകളെല്ലാം നമുക്ക് ഈ ഒരു എക്സലിലാക്കിയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അതായിരിക്കും കൂടുതൽ എളുപ്പമെന്ന് തോന്നുന്നു. നമുക്കെല്ലാവരുടെയും സോഫ്റ്റ്വെയറിൽ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് കിട്ടുന്നതാണെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ആ ഒരു റിപ്പോർട്ട് എക്സൽ ഫോമിൽ കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു തന്നിരിക്കുന്ന ആ എക്സൽ ടെംപ്ലേറ്റിലോട്ട് ആ ഒരു ഫോമിലോട്ട് നമ്മുടെ ഡേറ്റകൾ മാറ്റിയിട്ട് ഒന്നെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോം നമുക്ക് ഉണ്ടാക്കിയെടുത്തോ ആ ഒരു എക്സൽ ഫയലിലോട്ട് നമ്മൾ മാറ്റിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പം നമ്മളിവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ആ ഒരു ഡൗൺലോഡ് എക്സൽ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു എക്സൽ ഫയൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മോഡൽ ടെംപ്ലേറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അപ്പം അതിനകത്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. സീരിയൽ നമ്പർ, നെയിം, മെമ്പർ നമ്പർ, ലോൺ നമ്പർ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫുള്ളാണ്. ആധാർ നമ്പർ വരെയുള്ള ഡേറ്റകളാണ് ആ ഒരു ടെംപ്ലേറ്റിൽ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്തിരിക്കുന്ന ഡേറ്റ എല്ലാം കളഞ്ഞിട്ട് ആ ഹെഡിങ് നിലനിർത്തിക്കൊണ്ട് നമ്മുടെ റിസ്ക് ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ്, ഓരോരുത്തരുടെയും ഓരോ ലോണിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക,
അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് ആ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും പൊക്കത്തിൽ ആ സീരിയൽ നമ്പർ, നെയിം ഓഫ് ലോണി, ആ ഒരു ഓർഡർ തന്നെ ആയിരിക്കണം ഇത് ചെന്നിരുന്നത്. ഈ ഒരു ഓർഡർ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് വേണം. ഇതിൻ്റെ പൊക്കത്തിലായിട്ട് നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ പേരോ അങ്ങനെ ഒന്നും എഴുതാൻ പറ്റത്തില്ല. അങ്ങനെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എഴുതിയിട്ട് നമ്മളിത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇത് അപ്ലോഡ് ആവുകയില്ല. ഇൻവാലിഡ് ഫോർമാറ്റ് എന്ന രീതിയിൽ ഇതിവിടെ ഒരു എറർ കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. രണ്ട് പാർട്ടീസുള്ള ലോണുകളാണെങ്കിൽ, അതായത് ജോയിൻറ്റ് പാർട്ടീസ് ഉള്ളതാണെങ്കിൽ, അപ്പം ആ ഒരു കക്ഷികളെ രണ്ടുപേരെ, എ എന്നും ബി എന്നും പേരുള്ള രണ്ട് പേര് ഒരുമിച്ചാണ് ജോയിൻ്റ് ആയിട്ടാണ് ഈ ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു കക്ഷികളുടെ പേര് പേരിൻ്റെ അവിടെ ഒരാളുടെ പേര് കഴിഞ്ഞ് കോമ ഇട്ടതിന് ശേഷം അടുത്തയാളുടെ പേര് എഴുതുക. അല്ലാതെ ഓരോ റോയിലോട്ടും താഴെയായിട്ട് എഴുതാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മെമ്പർ നമ്പർ ആണെങ്കിലും ആദ്യത്തെ ആളുടെ മെമ്പർ നമ്പർ ഇട്ട് കഴിഞ്ഞ ശേഷം കോമ ഇടുക, അടുത്ത ആളുടെ മെമ്പർ നമ്പർ ഇടുക. ഇനി ലോൺ നമ്പരും ഡേറ്റ് ഓഫ് ലോണും ലോൺ ഡ്യൂ ഡേറ്റും ലോൺ എമൗണ്ടും സെയിം തന്നെ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ ആധാർ നമ്പർ, ഈ രണ്ടോ മൂന്നോ പാർട്ടികളുണ്ടെങ്കിൽ ആദ്യത്തെ ഒരാളുടെ ആധാർ നമ്പറാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളോട് നിലവിൽ ഇപ്പം നമ്മൾ അന്വേഷിച്ച വിവരം അനുസരിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഭാവിയിൽ ചിലപ്പം ഓരോരുത്തരുടെയും വിവരങ്ങൾ താഴോട്ട് ക്രമത്തിൽ എഴുതാനുള്ള ആ ഒരു അപ്ഡേഷനും കൂടെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു താഴോട്ട് ഓരോ റോയിലായിട്ട് നമ്മൾക്ക് എഴുതാൻ ഇപ്പം നിലവിൽ സംവിധാനം പറ്റത്തില്ല. ഈ ഒരു ഫോർമാറ്റിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് രണ്ട് പേരുണ്ടെങ്കിൽ ആദ്യത്തെ ആളുടെ പേര് എഴുതി കഴിഞ്ഞിട്ട് കോമ ഇടുക, അടുത്ത ആളുടെ പേര് എഴുതുക. അതുപോലെ തന്നെ മെമ്പർ നമ്പർ, ആദ്യത്തെ ആളുടെ മെമ്പർ നമ്പർ, പിന്നെ കോമ ഇട്ട് അടുത്ത ആളുടെ മെമ്പർ നമ്പർ എഴുതുക. അങ്ങനെ എഴുതാനാണ് നമുക്ക് ഇപ്പം നിലവിലുള്ള നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളത് ഫോളോ ചെയ്തുകൊണ്ട് അത് ചെയ്യുക. പിന്നെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡേറ്റ എല്ലാം ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യണം. അവിടെ ഒരു പ്രിവ്യൂ നമുക്ക് ലഭിക്കും. ഇത്ര എണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നമുക്കൊന്ന് വെരിഫൈ ചെയ്യാമെന്നാണ് ഒന്നുകൂടെ നോക്കിയിട്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് അവിടെ നമുക്കൊരു വ്യത്യാസം വരുത്താനാണെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, പ്ലസ് ഐക്കണിൻ്റെ അപ്പുറത്തായിട്ട്. ആ എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എക്സൽ ഫയൽ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ക്ലിയർ എന്ന് പറഞ്ഞൊരു ചെക്ക് ബോക്സ് ഉണ്ട്. ആ ജസ്റ്റ് ആ ക്ലിയർ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ ക്ലിയർ ആയിക്കോളും. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ആ എക്സൽ ഫയലിൽ ഡേറ്റ ഒന്നുകൂടെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഏറ്റവും അവസാനം എല്ലാം നോക്കുക. നമ്മുടെ ഇത്ര നമ്പർ ഓഫ് ലോൺസ് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ടെന്ന് കാണിക്കും ഫയലുകൾ. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ GSTയും നമ്മുടെ റിസ്ക് കൊണ്ടിൻ്റെ എമൗണ്ടും ടോട്ടൽ പ്രീമിയവും കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. ആ ഒരു പ്രീമിയം നമ്മുടെ ഇവിടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണിക്കുന്ന പ്രീമിയവും GSTയും ടോട്ടൽ പേയബിൾ എമൗണ്ടും നമ്മളുടെ റിപ്പോർട്ട് അനുസരിച്ച് ശരിയാണെന്ന് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. ആ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സബ്മിറ്റ് ബട്ടൺ കൊടുക്കാൻ പാടുള്ളൂ. എല്ലാം 2 പ്രാവശ്യം വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫോം എ നമുക്കൊരു പ്രിൻ്റ് എടുക്കാൻ പറ്റും. PDF ഫോർമാറ്റിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ആ PDF ഫോർമാറ്റിൽ നമ്മൾ പ്രിൻ്റ് എടുത്ത ശേഷം വീണ്ടും ഒന്നുകൂടെ നമ്മുടെ ഒറിജിനൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മുടെ അല്ലെങ്കിൽ പഴയ റിസ്ക് കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം കറക്റ്റായിട്ടാണോ നമ്മുടെ എല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡേറ്റ എല്ലാം വന്നിരിക്കുന്നത്, പേര്, നമ്പർ, മെമ്പർ നമ്പർ, ആധാർ നമ്പർ, എമൗണ്ട്, ലോൺ നമ്പർ, ലോൺ ഡേറ്റ്, ഇതെല്ലാം നമ്മൾ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത ഫോം എ. ആ ഫോം എയും കൂടെ നമ്മൾ ഓക്കെ ആയിട്ട് വീണ്ടും ഒരു ഫൈനൽ സബ്മിഷൻ ഉണ്ട്. അതിനു മുമ്പ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡേറ്റ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എക്സൽ ഫയലിൽ ഡേറ്റ റെക്ടിഫൈ ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് അവിടെ സബ്മിറ്റ് കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ ആ ഫോമെ നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ ആ ഫോമെ പ്രിൻ്റ് എടുത്ത് അല്ലെങ്കിൽ PDF നമ്മൾ നോക്കിക്കഴിഞ്ഞ് അതും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഫൈനൽ സബ്മിറ്റിലോട്ട് കിടക്കാവുള്ളൂ. ഓക്കെ, ആ ഒരു സ്റ്റെപ്പ് നമുക്ക് കാണിച്ചു തരാം. നമ്മൾ അടയ്ക്കേണ്ട ടോട്ടൽ പ്രീമിയവും GST ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ടാണ് കാൽക്കുലേറ്റ് ആകുന്നത്. സോ അത് എല്ലാം കറക്റ്റാണെന്ന് ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. സബ്മിറ്റ് ട്രാൻസാക്ഷൻസ് സക്സസ്ഫുൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇവിടെ റിസ്ക് ഫണ്ട് സ്കീമിൻ്റെ അവിടെ തന്നെ വരുമ്പോൾ നമുക്ക് പ്രിൻറ്റ് ഫോം എ ആൻഡ് ചെല്ലാനുണ്ട്. ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോഴാണ് നമുക്ക് ആ ഫോം എ നമുക്ക് PDF ആയിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനായിട്ട് പൊക്കത്തിലെ ഫോം എ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. സ്കീം നമ്മുടെ 2023 ഡിസംബർ 20 കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു റെഫറൻസ് നമ്പർ വരും ഫോം എയുടെ. ഇവിടെ 3333 എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ എന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു റെഫറൻസ് നമ്പറും കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഭാവിയിൽ ആവശ്യം വരുമ്പോൾ നമുക്ക് അത് നോക്കിയാണ് നമ്മളിവിടുന്ന് പിന്നീട് ഫോം എ ഒക്കെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഏതാണ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാനുള്ളത്. അപ്പം നമ്മൾ ആ
ഒരു എക്സലിന് പേര് കൊടുക്കുമ്പോൾ ആ നമ്മുടെ ബാങ്കിൻ്റെ പേരും ഏത് മാസത്തെ ആണെന്നും കൂടെ കൊടുക്കുന്നതും കൂടെ നല്ലതായിരിക്കും. അത് അതിന് ശേഷമായിട്ടായിരിക്കും വരുന്നത്. ഇവിടെയും നമ്മൾ ഡേറ്റയുടെ പ്രിവ്യൂ ഉണ്ട്. ഇതെല്ലാം ഒന്നുകൂടെ റീകൺഫേം ചെയ്യുക ശരിയാണെന്ന്. എന്നിട്ട് മാത്രം നമ്മൾ ആ പ്രിൻ്റ് ഫോമേ കൊടുക്കുക. പ്രിൻ്റ് ഫോമേ കൊടുക്കുക, ഫൈനൽ സബ്മിഷൻ കൊടുക്കല്ല. പ്രിൻ്റ് ഫോം എ കൊടുക്കുക. അപ്പം നമുക്ക് ആ ഒരു ഡേറ്റ ഫുള്ളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത ഡേറ്റ ഫുള്ളായിട്ട് ഒരു PDF ഫോർമാറ്റിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ആ ഒരു PDF വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ PDF വ്യൂ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഒറിജിനലായിട്ടുള്ള നമ്മുടെ ആ ഡേറ്റയായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുക. ഇതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഫൈനൽ സബ്മിഷനിലോട്ട് നമുക്ക് പോകാവുള്ളൂ. നമ്മൾ ആ PDF ഓപ്പൺ ചെയ്യുക. എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റകൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. ഈ ഡേറ്റയാണ് നമ്മൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടത്. ഈ ഒരു ഡേറ്റയും കൂടെ ഇത് ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ ചെല്ലാൻ വരുന്നത്. ഈ ചെല്ലാനായിരിക്കും നമ്മൾ നമ്മുടെ കേരള ബാങ്കിൽ ചെല്ലാൻ കൊടുത്ത് നമുക്ക് എമൗണ്ട് റെമിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ആ റെഫറൻസ് നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ആ റെഫറൻസ് നമ്പർ ഉപയോഗിച്ചും ഈ ചെല്ലാനും കൂടെ നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രൊസീജിയർ പൂർത്തിയാകത്തുള്ളൂ. ഫോമേ പ്രിൻ്റ് എടുത്ത് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ ചെല്ലാനും കൂടെ പ്രിൻ്റ് എടുക്കാനുള്ളതുണ്ട്. ഇതിനായിട്ട് നമ്മുടെ ആ ഡേറ്റാബേസിൽ ഫോമേ സെലക്ട് ചെയ്യുക. ഫോം സെലക്ട് ആയി വന്നിട്ടുണ്ടെങ്കിൽ ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ചെല്ലാൻ ജനറേറ്റ് ചെയ്ത് വരും. ആ ചെല്ലാൻ പ്രകാരമുള്ള തുക നമ്മൾ ജില്ലാ ബാങ്കിൽ കേരള ബാങ്കിൽ നമ്മൾ അടയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ പ്രിൻ്റ് എടുക്കുന്ന അന്ന് തന്നെ ചെല്ലാൻ നമുക്ക് ജില്ലാ ബാങ്കിൽ അടയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഡേറ്റിൽ തന്നെ കറക്റ്റായിട്ട് എടുക്കുക. ഇപ്പം സമയം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ചെല്ലാൻ റീപ്രിൻ്റ് ചെയ്ത് ആ ദിവസം തന്നെ എമൗണ്ട് അടയ്ക്കുക. ഇനി നമ്മൾ ചെല്ലാൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്.